പറയൂ ലാലേട്ടൻ്റെ അമ്മേ. എല്ലാവരും ഇപ്പം അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ പൊന്നമ്മ ചേച്ചി അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ലാലേട്ടൻ്റെ അമ്മ ലാലേട്ടൻ്റെ അമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ആളുകൾ വിളിക്കുമോ? പൊന്നമ്മ ചേച്ചി അല്ലാതെ തന്നെ അറിയാമല്ലോ, അപ്പോൾ ചേച്ചി എന്നൊക്കെ അല്ലേ വിളിക്കുക. പക്ഷേ ഓഡിയൻസ് വന്നിട്ട് പറയുന്നത് എടാ നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ എന്നാണ്. എന്താണ് അങ്ങനെ ഒരു ആത്മബന്ധം വളരാൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു സ്ത്രീയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എത്ര മക്കളാണ് എനിക്ക്. അതിൽ ചില ഒരമ്മയ്ക്ക് ഒത്തിരി മക്കളുണ്ട്, ഒരു 10 മക്കളുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ചില 1-2 പേര് ഇച്ചിരി കുസൃതിക്കാരായിരിക്കും. അങ്ങനെ ഒരു കുസൃതിക്കാരനല്ലേ ഇത്. അപ്പോൾ ആ ഒരു വാത്സല്യം, ആ കുസൃതിക്കാരനോട് ഒരു പ്രത്യേക ഇഷ്ടം, ഒരു പ്രത്യേക വാത്സല്യം, അതാണ്. പിന്നെ ലാലിനെ കാണുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയട്ടെ. ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനന്ന് മദ്രാസിലുള്ള സമയം ഏതോ ഒരു ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലേന്ദ്ര മേനോൻ പറഞ്ഞു, ഏതാ പടമെന്ന് എനിക്ക് ഓർമ്മയില്ല, ചേച്ചി ഒരു സോങ് കണ്ടിട്ട് പോവാം. അപ്പോൾ ആരുടെയാ? അപ്പോൾ അംബികയുണ്ട്, വേറെ ഒരു പുതിയ പയ്യനാണ്. അപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കേൾക്കാത്ത ശബ്ദമായിരിക്കും സിനിമ. കേൾക്കാത്ത ശബ്ദം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ കയറി ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു അടുത്ത സൂപ്പർ സ്റ്റാറാണ് ബാലേന്ദ്ര മേനോൻ. അറിയാം. പിന്നെ ആളുടെ നായികയായിട്ട് അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? എൻ്റെ ദൈവം, അങ്ങനെയല്ലേ? നല്ല കാലത്ത് അങ്ങനെ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം അങ്ങനെ? എന്താ അങ്ങനെ ചെയ്താൽ? അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ല അതിനോടൊപ്പം? ഒരിക്കലും ഇല്ല. അല്ല, ഒരു കലാകാരി എന്ന നിലയിൽ അങ്ങനെയും ആഗ്രഹിക്കേണ്ടത്? അല്ല, അത് മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് മോനായിട്ട് തന്നെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരുപാട് സ്നേഹം കൊടുക്കുന്ന അമ്മയായിട്ട് തന്നെയാണ്. അതെ അതെ. ഇനി അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ എന്തായിരിക്കും ചേച്ചിക്ക് തോന്നുക? ഒരുപാട് വെറുക്കുന്ന ഒരു അത് ഞാൻ മാത്രമല്ല, ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് പോലും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാനും സാധിക്കില്ല അല്ലേ? ഇഷ്ടപ്പെടില്ല. അല്ല, എങ്കിലും ഞാൻ ചോദിച്ചത് ഇപ്പം ചേച്ചിക്ക് അങ്ങനെ ഒരു ചെയ്യണമെന്ന് തോന്നിട്ട് ഒരു ദുഷ്ടയായ അമ്മയായിട്ട് വന്ന് ഒരു അങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അല്ല, അന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു. എനിക്ക് അങ്ങനെ ചെയ്യിച്ചേ അടങ്ങുന്നതാണ് ഇപ്പോൾ കേട്ടോ. ലാലിന് എന്തെങ്കിലും അങ്ങനെ ഒരു റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടോ അമ്മയും പൊന്നമ്മ ചേച്ചിയുമായിട്ട്? ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവത്തിലൊക്കെ? ലാലിൻ്റെ അമ്മ പറയാറുള്ളത് അവൻ എൻ്റെ അടുത്ത് കാണിക്കുന്ന പോലെയൊക്കെയാണ് പൊന്നമ്മയുടെ അടുത്ത് കാണിക്കുന്നത്. പിന്നെ ചേച്ചി അമ്മയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ടെലിവിഷൻ ചാനലിൽ. അപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒരു അമ്മമാരെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പം എല്ലാ സ്ത്രീകൾക്കും അമ്മമാരുടെ മുഖച്ഛായ ഉണ്ടാകുന്നതാണ് ഒരു പ്രായം കഴിയുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ പല റിലേറ്റ് ചെയ്യാൻ പറ്റും അമ്മ എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ ഇമോഷൻ ഷെയർ ചെയ്തിരിക്കുന്ന ചേച്ചിയായിട്ടായിരിക്കും. എൻ്റെ അമ്മയോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ ഒരിക്കലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇമോഷൻസ് അല്ലേ, അതൊക്കെ റിയാക്ട് ചെയ്തിരിക്കുന്ന ചേച്ചിയോടാണല്ലോ എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈകാരിക ബന്ധം ഉണ്ടാകും. ലാലിനോർത്ത് ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ലാലിൻ്റെ അമ്മ. അസമം ചേച്ചി ലാലിനോർത്ത് ഒരുപാട് ദുഃഖിക്കുന്ന അമ്മയായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എപ്പോഴും സിനിമയുടെ ക്ലൈമാക്സ് നന്നായിട്ട് വരുമല്ലോ, അപ്പോൾ സന്തോഷിക്കും. ആ സന്തോഷം, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വന്നതിന് ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദി.